കേരള സംസ്ഥാന പിന്നോക്ക കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ വാഹനത്തിന് നേരെ അർദ്ധരാത്രിയിൽ കല്ലേറ്. കന്യാന മഖാമുറൂസിൽ പ്രഭാഷണം നടത്തി വരുന്ന വഴിയിലാണ് അർദ്ധരാത്രി 12-നും 1-നും ഇടയിൽ ഒരു സംഘം ആളുകൾ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞത്. കേരള സംസ്ഥാന പിന്നോക്ക കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് അർദ്ധരാത്രി ആക്രമണമുണ്ടായത്. കാസർഗോഡ് ഉപ്പള മിത്തനടുക്ക ബസ് സ്റ്റോപ്പിന് പരിസരത്ത് വെച്ച് ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒരു സംഘം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ വാഹനത്തിന് നേരെ കല്ലെറുകയായിരുന്നു. സംഘത്തിന്റെ അക്രമത്തിൽ നിന്ന് തലനാരിഴക്കാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി രക്ഷപ്പെട്ടത്. ഇരുട്ടിന്റെ മറവിലായതുകൊണ്ട് അക്രമികളെ തിരിച്ചറിയാനും സാധിച്ചില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പബ്ലിക് കേരളയോട്, ഞാൻ ഇന്നലെ രാത്രി കന്യാന മഖാമുറൂസിൽ പങ്കെടുക്കാൻ വേണ്ടി കന്യന എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ രാത്രി ഏകദേശം ഒരു 10 മണിയായി. അവിടെ ദീർഘമായ 2.5 മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കന്യനയിൽ നിന്ന് ഇറങ്ങി ഞാൻ താമസിക്കുന്ന ഉപ്പളയിലുള്ളൊരു വീട്ടിലേക്ക് വരുന്ന വഴിയിൽ മിത്തനടുക്ക നെല്ലിക്കട്ട എന്ന് പറഞ്ഞ ഒരു ബസ് സ്റ്റോപ്പുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ആരോ എൻ്റെ കാറിന് നേരെ വലിയ കല്ലുകൾ എടുത്തിട്ട് എറിയുന്നത് ശബ്ദം കേട്ടപ്പോൾ എന്തോ വാഹനം എന്നെ വന്ന് ഇടിക്കുന്ന അത്രയും ഭീകരമായ ഒച്ചയിലാണ് ഏറുണ്ടായത്. ഞാൻ പേടിച്ചു പോയി. എൻ്റെ വണ്ടിയുടെ ഒരു സൈഡും കൂടെ പൊട്ടിത്തെറിച്ചു. ഒരു ഡോറിനും കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആരാണിത് ചെയ്തതെന്ന് വ്യക്തമല്ല. കല്ലടുക്ക പോലീസ് സ്റ്റേഷനിൽ വിട്ടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയും വേണ്ടപ്പെട്ടവരൊക്കെ ഇറങ്ങി അതിൽ പരാതി കൊടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് കാര്യമായ ശത്രുക്കൾ എന്ന് പറയാൻ, 1 വർഷം മുന്നേ ബായാർ സലാത്തിൽ ഞാൻ പ്രസംഗിച്ച ഒരു പ്രഭാഷണത്തിനെ ചൊല്ലിക്കൊണ്ടൊരു വ്യക്തി എന്നെ വിളിക്കുകയും മേലാൽ കാസർകോട്ടേക്ക് കടന്നാൽ കയ്യും കാലും കൊത്തും എന്ന് പറഞ്ഞ് കൊന്നുകളയുമെന്ന് വധഭീഷണി മുക്കുകയും ചെയ്യുകയും ഇത് സംബന്ധിച്ച് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുക്കുകയും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി അത് കേസാക്കുകയും ചെയ്ത് നിലവിൽ ആ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം എനിക്കുണ്ട്. അത് ബായാർ ഭാഗത്തു നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. ഇതും ഇപ്പോൾ ബായാർ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് വ്യക്തമല്ല. കർണാടക പോലീസിനോട് വേണ്ടുന്ന രൂപത്തിൽ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായി അന്വേഷിച്ച് പ്രതികളെ പിടികൂടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരം അക്രമങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ വിശ്വാസത്തെയോ നമ്മുടെ മൂല്യങ്ങളെയോ തകർക്കാൻ ഒരു നിലക്കും സാധ്യമല്ലെന്ന് ഇത്തരം ശക്തികളെ ഓർമ്മപ്പെടുത്തുകയാണ്. വാഹനത്തിന്റെ ഡോറിനും മിററിനും കാര്യമായ പരിക്കുകൾ തന്നെ പറ്റിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.